അസ്സലാമലൈക്കും. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മുസ്ലിമിൻ്റെ ബർത്ത്ഡേ ആണ്. അവന് ഇന്ന് 7 വയസ്സ് തികയാണ്. അപ്പോൾ ഇതൊരു ചെറിയ ബർത്ത്ഡേ വ്ളോഗ് ആയിരിക്കും. കാരണം അതിൻ്റെ നിനക്ക് ഷൂസ് എല്ലാം കാണിക്കണ്ടത്. ഷൂസ് കണ്ടു. ഇതാണ് മിഷാല്. ഇവനെ നമ്മൾ ഇന്നലെ പോയി ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്ത്. നല്ല മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ വിശാലുണ്ട്. എൻ്റെ കുഞ്ഞു മോന് അവനെ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മുസ്ലിമിന് വാങ്ങിച്ച കേക്ക്. അങ്ങനെ മുസ്ലിം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളുടെ മുസ്ലിം കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇത്തവണ വീട്ടിൽ വന്നായിരുന്നു. അങ്ങനെ ഇന്ന് അങ്ങനെ രാവിലെ പോയി അവര് മക്കളെല്ലാരും കൂടെ പോയി കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. നമ്മൾ ബർത്ത്ഡേക്ക് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ കേക്ക് വാങ്ങിക്കും, കട്ട് ചെയ്യും, പുറത്തോട്ട് പോകും, ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, സിനിമയ്ക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലാതെ നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും അങ്ങനെ ആഘോഷിക്കാറില്ല. എൻ്റെ ഇത്താടെ മോനാണ് നമുക്ക് വീഡിയോ എടുത്ത് തന്നത്. ഇത് ഇത്താടെ മോളാണ്, നമ്മളെ മാളുക്കുട്ടി. മോള് കുറച്ച് തിന്നടി കേക്ക് വയലു. കേക്ക് എങ്ങനെയുണ്ട് മിഷാലെ? അടിപൊളി കേക്ക്. എങ്ങനെയുണ്ട് നിച്ച് കേക്ക്? ഇനി റസി വായിൽ വയ്ക്കുന്നത് കേട്ട്. ഇവിടെ ഇരുന്ന് ബർത്ത്ഡേക്കാരൻ ആ കേക്ക് ഫുള്ള് തീർത്ത്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുസ്ലിമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുലു മാളിലേക്കല്ല. നമ്മളിപ്പോൾ പോകുന്നത് ഒരു സിനിമയ്ക്കാണ്. മുസ്ലിമിന് ലുലു മാളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ കാറ് കംപ്ലൈൻ്റ് ആയത് കാരണം നമ്മൾ ലുലു മാളിലോട്ട് പോകാൻ സാധിച്ചില്ല. അത് നമ്മൾ കാറ് കിട്ടുന്നതിൻ്റെ അന്ന് ലുലു മാളിലൊക്കെ കയറി അവൻ എല്ലാ ഗെയിംസിലൊക്കെ കയറാമെന്നൊക്കെയാണ് നമ്മൾ അവനോട് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മൾ മമ്മൂക്കയുടെ ടെർബോ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോവുകയാണ്. മിഷാൽ കുറേ നാളായിട്ട് ഹോസ്റ്റലിലാണ്. അപ്പോൾ അവനും ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സിനിമയ്ക്കായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇത്താടെ മോൻ. അപ്പോൾ അവനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ ഡ്രീംസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ കൊടുത്ത വോയിസ് ഒട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വോയിസ് കൊടുക്കേണ്ടതായിട്ട് വന്നത്. കിട്ടി പോണ്ട കിട്ടി. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. ഡ്രീംസ് നമ്മൾ തിയേറ്ററിലെത്തി, കാറ് പാർക്ക് ചെയ്ത് സിനിമ കാണാൻ വേണ്ടി കയറാൻ പോകും. അങ്ങനെ തിയേറ്ററിലേക്ക് കയറുന്ന വഴി നമ്മുടെ മുസ്ലിം കുട്ടി ഒരു മിനി പാർക്ക് ഉണ്ട്, അതിലേക്ക് ചാടിയും കയറി. തൊട്ട് പുറകെ നമ്മുടെ മിഷാൽ. 10 വയസ്സായ കുട്ടികൾക്ക് മാത്രമുള്ളതാണെന്നുള്ള ബോർഡ് കണ്ടിട്ടും എനിക്ക് 10 വയസ്സിൻ്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ ഇക്കാന്ന് പറഞ്ഞാണ് മിഷാൽ വലിഞ്ഞ് കയറിയത്. ബാക്കിയൊക്കെ ബുക്കായുണ്ട്, എല്ലാം ബുക്കാടാ. കുട്ടി കഴിച്ചോ? പൊക്കും കഴിക്കണോ? എനിക്ക് തരുന്നില്ല നീ.
അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഇറങ്ങി. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫും കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമ, നല്ല അടിപൊളി സിനിമ. പിന്നെന്താ, നമ്മൾ കഴിക്കാനായിട്ട് ഒരു കടയിലോട്ട് പോവുകയാണ്. എന്താണ് തിരിച്ച് ക്യാമറ എവിടെ? മിഷാലോ മുസ്ലിം എവിടെ? മൂവി കണ്ടിറങ്ങാൻ നമ്മൾ നേരെ പോയത് മെക്സിക്കൻ ഗ്രിൽ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. എൻ്റെ കസിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. നല്ല കാര്യമായ ഡിസ്കഷന് ശേഷം നമ്മൾ അൽഫഹം മന്തിയും പെരി പെരി ചിക്കനും ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു, സത്യമായിട്ട് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെ പെരി പെരി ചിക്കനൊക്കെ നല്ല സ്പൈസി ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങൽ റെയിംസിന് തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഈ വഴി പോകുന്നവർ തീർച്ചയായും ഈ റെസ്റ്റോറൻറ്റിൽ കയറണം. ക്യാമറ താഴെ സൈഡിലല്ലേ? ക്യാമറ താഴെ പോയി. എന്നിട്ട് കണ്ണിലൊന്നും ആയിരിക്കൂടെ? എല്ലാം ഫുള്ള് നിച്ചു, ഹിച്ചു, മിഷാല്. എന്നല്ലേ നമ്മൾ കഴിച്ചതേ ഇല്ല അല്ലേ റഫി? അങ്ങനെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് നമ്മൾ മിഷാലിനെ നേരെ അവൻ്റെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ്. മിഷാലിന് ലീവ് സൺഡേ മാത്രമേ കിട്ടാറുള്ളൂ. പിന്നെ മുസ്ലിൻ്റെ ബർത്ത്ഡേയും സൺഡേ ആയതുകൊണ്ട് മിഷാലിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. മുസ്ലിന് നല്ല സങ്കടമുണ്ട് മിഷാൽ പോകുന്നതിൽ. അവൻ്റെ 2 ഇക്കമാരും വാപ്പിയും ഒക്കെ അവൻ്റെ കൂടെ ഉള്ളതാണ് അവന് ഏറ്റവും കൂടുതൽ സന്തോഷം. പക്ഷേ എന്ത് ചെയ്യാനാ, പല കാരണങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങളങ്ങനെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.